ഈശോമിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുമ്പോൾ അവന്റെ മുഖഭാവം മാറി, വസ്ത്രം വെണ്മയോടെ ശോഭിച്ചു. ലൂക്ക 9:29. മലമുകളിൽ ഈശോയും മോശയും ഏലിയായും യാക്കോബും പത്രോസും യോഹന്നാനും പ്രാർത്ഥിച്ചു കൊണ്ടിരുന്ന സമയത്ത് ഈശോ ദൈവത്തിന്റെ മഹത്വത്തിലേക്ക് രൂപാന്തരപ്പെടുന്നതായി നമ്മൾ കാണുന്നു. യേശുവിന്റെ രൂപാന്തരീകരണത്തിന്റെ സമയം ഇത്. വാസ്തവത്തിൽ ഈശോയെ എന്തെങ്കിലും കാര്യങ്ങൾ ഉറപ്പിക്കുക എന്ന് മാത്രമല്ല, ശിഷ്യന്മാരെ ഉറപ്പിക്കുക എന്നതുകൂടിയായിരുന്നു. യേശു പരിപൂർണ ദൈവമാണെന്നും പരിപൂർണ മനുഷ്യനാണെന്നും ഇനി താൻ വഹിക്കാൻ പോകുന്ന കുരിശുമരണം, ഉത്ഥാനം, ഈ വിധ രഹസ്യങ്ങളിലേക്ക് താൻ പ്രവേശിച്ചുകൊണ്ട് ലോകത്തെ വീണ്ടെടുക്കാൻ പോവുകയാണ് എന്ന് സാക്ഷികളായി 3 പേരെ അവൻ കാട്ടിക്കൊടുത്തു. കാരണം നമുക്കറിയാം, വിശ്വാസം വഴിയാണ് ദൈവിക രഹസ്യങ്ങൾ നമ്മൾ ഗ്രഹിക്കുക. യുക്തി ഉപയോഗിച്ച് നമ്മൾ ബോധ്യപ്പെടുത്തുകയാണ് ചെയ്യുക. വിശ്വാസത്തിന് സാക്ഷ്യം ആവശ്യമാണ്. ഈ നിലയിൽ ഈശോ പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുന്നപ്പോൾ ശിഷ്യന്മാർക്ക് ദൃശ്യനായി കാണപ്പെട്ടു. ഈശോയുടെ വസ്ത്രങ്ങൾ വെണ്മയേറിയതും മഹത്വമുള്ളതുമായി അവർ ദർശിച്ചു. ഈ സാക്ഷ്യം ആവശ്യമില്ലാതിരുന്നെങ്കിൽ ഈശോ തനിയെ പോയി പ്രാർത്ഥിക്കുമായിരുന്നു. ഗെത്സേമനിയിൽ ഈശോ പ്രാർത്ഥിച്ചപ്പോൾ ശിഷ്യന്മാർ ഉറങ്ങിപ്പോയിരുന്നു. ഈശോ രൂപാന്തരണത്തിന്റെ സമയത്ത് പ്രാർത്ഥിച്ചപ്പോൾ സാക്ഷികളെ രൂപപ്പെടുത്തിയത്, കുരിശിൽ മരിച്ചത് ദൈവപുത്രനായ ഈശോയാണെന്ന് നമ്മൾ വിശ്വസിക്കുന്നതിന് വേണ്ടിയാണ്. അതുകൊണ്ട് തീർച്ചയായും ലൂക്ക എഴുതിയ സുവിശേഷം 9:29 പ്രാർത്ഥിച്ചു കൊണ്ടിരുന്നപ്പോൾ അവന്റെ മുഖഭാവം മാറി, വസ്ത്രം വെണ്മയോടെ ശോഭിച്ചു എന്നത് നമുക്ക് സാക്ഷ്യമാണ്. ഈശോ ദൈവപുത്രനാണ് എന്ന് ഉറച്ചു വിശ്വസിക്കാൻ. നന്ദി.